ഞാൻ അനിഷ. ഫുഡീസ് കോർണറിലേക്ക് നമ്മൾ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ തലശ്ശേരി ചിക്കൻ ദം ബിരിയാണിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഈ റെസിപ്പി എനിക്ക് ഷെയർ ചെയ്ത ഒരു ഫ്രണ്ടിൻ്റെ അമ്മയാണ്. ആൻറ്റിക്ക് ഒരു സ്പെഷ്യൽ താങ്ക്സ് ആദ്യമേ പറയുന്നു. പിന്നെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ താങ്ക്സ്. പിന്നെ ബാക്കി സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇനി എങ്ങനെയാണ് തലശ്ശേരി ദം ബിരിയാണി ഉണ്ടാക്കാൻ നോക്കാം. എപ്പോഴത്തെയും പോലെ ഇൻഗ്രീഡിയൻസിൻ്റെ ഡീറ്റെയിൽസ് ലിസ്റ്റ് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് നമ്മൾ 4 സ്റ്റേജസ് ആയിട്ടാണ് ചെയ്യുന്നത്. ഒന്നാമത്തേത് ചിക്കൻ മാരിനേറ്റ് ചെയ്ത് ഫ്രൈ ചെയ്യുന്നത്, രണ്ടാമത്തേത് മസാല ഉണ്ടാക്കിയെടുക്കുന്നത്, മൂന്നാമത്തേത് നമ്മുടെ റൈസ് ഉണ്ടാക്കിയെടുക്കുന്നത്, പിന്നെ നാലാമത്തേത് ദം ഇടുന്നത്. ഇവിടെ ഇപ്പോൾ നമുക്ക് കാണിച്ചിട്ടുള്ളത് മാരിനേറ്റ് ചെയ്യുന്നതിൻ്റെ ഇൻഗ്രീഡിയൻസ് ആണ്. അതിന് നമുക്ക് ഉപ്പ്, മഞ്ഞൾ, മുളക്, കുരുമുളക് പൊടി, പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും പുതിനയും കൊറിയാണ്ടർ ലീവ്സും കൂടെ അരച്ച് ഒരു പേസ്റ്റ് ആക്കിയതും കൂടെ വേണം. ഇനി നമുക്കിതിനെ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്തെടുക്കാം. ആദ്യം ചിക്കൻ ഞാനിപ്പോൾ ഇവിടെ 1 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഇതൊരു 3-4 പേർക്ക് കഴിക്കാൻ മാത്രം ഉണ്ടാവും. അപ്പോൾ നമുക്ക് ആദ്യം ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് മഞ്ഞൾ, മുളക്, പിന്നെ കുരുമുളക് പൊടി, അങ്ങനെ പൊടികളൊക്കെ ആദ്യം ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മുടെ മിൻറ്റ് ലീവ്സും കൊറിയാണ്ടർ ലീവ്സും കൂടി അരച്ചെടുത്തതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് നമുക്കൊന്ന് കുഴച്ചെടുക്കണം. ചിക്കനിലേക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതൊന്ന് ഇപ്പോൾ പീസസിൽ നന്നായിട്ട് മസാല പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 15 മിനിറ്റ് മാറ്റി വയ്ക്കാം. നമ്മൾ 15 മിനിറ്റ് മാറ്റി വെച്ച് ചിക്കൻ ഇപ്പോൾ മസാലയൊക്കെ പിടിച്ച് സെറ്റായിട്ടുണ്ട്. നമുക്കിനി ഇതിനെ ഫ്രൈ ചെയ്തെടുക്കണം. അതിന് മുന്നേ നമുക്ക് ഈ ചിക്കനെ വെറുതെ ഇതുപോലെ ഒരു ഓപ്പൺ പാനിലിട്ടിട്ട് ചിക്കൻ ഒന്ന് ചൂടാക്കിയെടുക്കാം. എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ചിക്കനിൽ നമ്മളിപ്പോൾ പിടിപ്പിച്ച മസാലയൊക്കെ ഓയിലിൽ ഡയറക്റ്റായിട്ട് ഇട്ട് കഴിയുമ്പോൾ അത് ഓയിലിൽ ഓയിലായി പോവും. അപ്പം നമുക്കിതുപോലെ ഒന്ന് പാനിലിട്ട് ചിക്കൻ ഒന്ന് ചൂടാക്കി എടുത്തു കഴിഞ്ഞാൽ മസാല പിടിച്ചിരിക്കും നമ്മുടെ പീസസിൻ്റെ മുകളിൽ. അപ്പോൾ ഇത് എത്ര നേരം ചൂടാക്കണം എന്നുള്ളത് ഇങ്ങനെ പാനിലിട്ടിട്ട് ചെറിയ തീയിൽ കുറച്ച് നേരം വെച്ച് കഴിയുമ്പോൾ ചിക്കൻ്റെ അകത്തുനിന്ന് വെള്ളം വന്നു തുടങ്ങുന്ന ഒരു സ്റ്റേജ് ഉണ്ട്. ഇതുപോലെ കുറച്ച് വെള്ളം വന്നു തുടങ്ങുന്ന സ്റ്റേജ്. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വയ്ക്കാം. ഇനി നമുക്ക് ഈ ചിക്കന് ഒന്ന് വറുത്ത് കോരാം. അതിന് വേണ്ടിയിട്ട് എണ്ണ ഒഴിച്ച് ഒരു പാത്രത്തിൽ, അത് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി തീയ്. അധികം തീ കൂട്ടി വെച്ചാൽ ചിക്കൻ ഉള്ളു വേവാതിരിക്കും. അതുകൊണ്ട് ഒരു ചെറിയ ഇളം ചൂടിലല്ല, ഒരു മീഡിയം ഫ്ലെയിം, ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതിനെ ഒന്ന് വറുത്ത് കോരാം. ഇത് കുറച്ച് ടൈം എടുക്കും. എന്നാലും ഏകദേശം കുറച്ച് വേവായിട്ടുള്ളത് കൊണ്ട് അത്രയും സമയം എടുക്കില്ല നമ്മൾ ഡയറക്റ്റായിട്ട് ഇടുന്ന അത്രയും. ഏകദേശം നല്ല പാകമാകുമ്പോൾ നമുക്കിതിനെ വറുത്ത് കോരാം. ഇങ്ങനെ എല്ലാം ഒന്ന് വറുത്ത് കോരി വെക്കാം നമുക്ക്. അപ്പം നമുക്കിനി മസാല ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് ആദ്യം ഒരു വലിയ പാനിൽ നമ്മൾ കുറച്ച് എണ്ണ ഒഴിക്കുകയാണ്. ഇനി ഇതിലേക്ക് നമ്മൾ ചെറുതായിട്ട് കനം കുറഞ്ഞരിഞ്ഞ് വെച്ച സവാള ഇടാം. ഇനി കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഇത് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. സവാള ഒന്ന് നിറം മാറി വരുമ്പോൾ നമുക്ക് കുറച്ച് മഞ്ഞൾ പൊടിയും കൂടി ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഈ സവാള നന്നായിട്ട് വാടണം. വാടി ഉടഞ്ഞിട്ട് ഏകദേശം ഇതുപോലെ ഈ പരുവത്തിലാവുമ്പോൾ നമുക്കിതിലേക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. സവാള ഉടഞ്ഞതിന് ശേഷം മാത്രം തക്കാളി ഇട്ടാൽ മതി. എന്നാലേ നമ്മുടെ മസാലയ്ക്ക്, അതായത് ബിരിയാണിയിൽ മസാല കാണുള്ളൂ. ഇനി നമുക്ക് ഈ തക്കാളിയും അതുപോലെ നമ്മുടെ സവാള ഉടച്ചെടുത്തതുപോലെ തന്നെ തക്കാളി നന്നായിട്ട് ഇതുപോലെ ഒരു പരുവത്തിൽ ആക്കിയെടുക്കണം. ഇനി ഇങ്ങനെ ആയി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് നമ്മുടെ ജിഞ്ചർ ഗാർലിക് ചില്ലി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ ജിഞ്ചർ ഗാർലിക് ചില്ലിയുടെ ആ പേസ്റ്റിൻ്റെ ഒരു പച്ചമണം മാറി വരുന്ന
വരെ നമുക്കിതൊന്നിങ്ങനെ വാട്ടി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ഇടാം. ഇതിൽ ഞാനിപ്പോൾ 1 സ്പൂൺ ചിക്കൻ മസാലയും 1/4 ടീസ്പൂൺ ഗരം മസാലയാണ് ഇട്ടിട്ടുള്ളത്. ഇതിൽ നമ്മൾ ബിരിയാണി മസാലയൊന്നും ചേർക്കുന്നില്ല, ചിക്കൻ മസാല മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇനി ഇതുപോലെ ആ മസാലയുടെ പച്ചമണം മാറി വരാൻ വേണ്ടി കുറച്ച് നേരം ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് കോരി വെച്ച നമ്മുടെ ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് ഈ ചിക്കനും മസാലയും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വെള്ളമൊന്നും ഒഴിക്കാതെ ഇതുപോലെ നല്ലൊരു മസാല ഉണ്ടാക്കിയെടുക്കാം നമുക്ക്. ഇപ്പം നമ്മുടെ ചിക്കനും മസാലയൊക്കെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മല്ലിയിലൊക്കെ ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മുടെ ബിരിയാണി മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മസാല അങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ബിരിയാണിയുടെ റൈസ് ഉണ്ടാക്കിയെടുക്കാം. ആദ്യം നമുക്ക് ഗാർണിഷ് ചെയ്യാനുള്ള ഫ്രൈഡ് ഓണിയൻസ് ഉണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് കുറച്ച് എണ്ണയും 1 സ്പൂൺ നെയ്യും ചേർത്തിട്ട് ഒരു പാനിൽ നമ്മൾ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കനം കുറച്ച് അരിഞ്ഞ സവാള ഇട്ട് കൊടുക്കാം. ഇത് ഞാനിപ്പോൾ ഒരു വലിയ ഓണിയൻ്റെ ഹാഫാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ തീ വെക്കുന്നത് ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി, അല്ലെങ്കിൽ സവാള കരിഞ്ഞു പോകും. അപ്പോൾ നമുക്ക് ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് കുറച്ച് സമയം എടുത്തിട്ട് ഇതിനെ ഫ്രൈ ചെയ്തെടുക്കാം. ഇതുപോലെ ഇനി ഇതിനെ വറുത്ത് കോരിയെടുക്കാം നമുക്ക്. ഇത് നമ്മൾ സവാള വറുത്ത് കോരിയ എണ്ണയാണ്. ഇതിൽ തന്നെ നമുക്ക് റൈസ് ഉണ്ടാക്കിയെടുക്കാം. നമ്മൾ ഇവിടെ എടുക്കുന്നത് കൈമ റൈസാണ്. അത് കൈമ റൈസ് അല്ലെങ്കിൽ ജീരകശാല റൈസ് അല്ലെങ്കിൽ കാലി ജീര റൈസ്. അപ്പോൾ ഇതിനൊരു സ്പെഷ്യൽ മണമൊക്കെ ഉണ്ടാവും. ഇതാണ് തലശ്ശേരി ബിരിയാണിക്ക് എടുക്കുന്നത്. ഇതിൻ്റെ വെള്ളത്തിൻ്റെ അളവ് എങ്ങനെയാണെന്ന് വെച്ചാൽ 1 കപ്പ് റൈസിന് 1.5 കപ്പ് വെള്ളമാണ് എടുക്കുന്നത്. ഞാനിപ്പോൾ 2 കപ്പ് റൈസിന് 3 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ച ക്യാരറ്റും ബാക്കി സ്പൈസസും ചേർത്ത് കൊടുത്തു. കുറച്ച് ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവ ചേർത്ത സാധനങ്ങളുടെയൊക്കെ ഡീറ്റെയിൽസ് താഴെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി തിളയ്ക്കുന്ന വെള്ളത്തിലേക്ക് നമ്മൾ കഴുകി വെച്ച് അരി ഇട്ട് കൊടുക്കാം. അരി കഴുകുമ്പോൾ ശ്രദ്ധിക്കണം, പെട്ടെന്ന് കഴുകി എടുത്തില്ലെങ്കിൽ അരി വെള്ളം കുടിച്ചു പോകും. പിന്നെ വെള്ളം മൊത്തം വാർത്ത് കളയണം ഇടുന്നതിന് മുന്നേ. ഇനി അരി അധികം ഇളക്കണ്ട, ഉടഞ്ഞു പോകും ചോറ്. അപ്പോൾ ഒന്നിങ്ങനെ ജസ്റ്റ് ഒന്ന് ലെവലാക്കി കൊടുത്താൽ മതി. ഇനി ഏകദേശം ഒന്ന് വറ്റി തുടങ്ങുമ്പോൾ നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. അപ്പോൾ നമ്മൾ അരി വെന്ത് പാകമായിട്ടുണ്ട്. പിന്നെ ഇത് അടച്ചു വയ്ക്കുമ്പോൾ തീ കുറച്ച് വയ്ക്കാൻ മറന്നു പോകരുത്. പിന്നെ അധികം ഇളക്കാതെ നമുക്കിതിലേക്ക് ഇനി കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഒഴിച്ചു കഴിഞ്ഞാലും അധികം ഇളക്കണ്ട, കാരണം അരി പൊട്ടിപ്പോവും. അപ്പോൾ നമുക്ക് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അരി ഉടഞ്ഞു പോവാതെ ചെറുതായിട്ടൊന്ന് തട്ടിക്കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ ചെയ്ത് വെച്ച ഫ്രൈഡ് ഓണിയൻസിൽ കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ദമ്മിടുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ദമ്മിടുന്നത് പലതരത്തിൽ ചെയ്യാം. കുക്കറിൽ വേണമെങ്കിൽ ചെയ്യാം. അടച്ച് വെക്കാൻ പറ്റുന്ന പുക പുറത്ത് പോകാത്തൊരു പാത്രം വേണമെന്നുള്ളൂ. ഞാനിപ്പോൾ ഇങ്ങനൊരു പാത്രത്തിലാണ് ചെയ്യാൻ പോകുന്നത്. ഇതിൽ ചോറും മസാലയും ലെയർ ചെയ്തിട്ടാണ് നമ്മൾ ദം ചെയ്യുന്നത്. ആദ്യം നമ്മൾ ഒരു ലെയർ കുറച്ച് റൈസ് ഇട്ട് കൊടുക്കുന്നു. അതിൻ്റെ മുകളിൽ കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കുന്നു. പിന്നെ മുകളിൽ മല്ലിയില ഇട്ട് കൊടുക്കും. പിന്നെ അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച മസാല മുഴുവൻ നെക്സ്റ്റ് ലെയറിലേക്ക് ഇട്ട് കൊടുക്കുക ചെയ്യുന്നത്. ഇനി ചിക്കൻ്റെ ഈ ലെയർ നന്നായിട്ടൊന്ന് സെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള റൈസ് മുഴുവൻ നെക്സ്റ്റ് ലെയറിൽ ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ച് ബാക്കിയുള്ള ഓണിയൻസ് മൊത്തം ഇട്ട് കൊടുക്കുവാണ്. ഇനി ഇതിലേക്ക് പിന്നെ അതിൻ്റെ മുകളിലേക്ക് റോസ്റ്റ് ചെയ്ത് വെച്ച കാഷ്നട്ടും മുന്തിരിയും കൂടെ ചേർത്ത് കൊടുത്തു. ഇനി ദമ്മിടാനായിട്ട് നമുക്ക് ഈ പാത്രം നന്നായിട്ട് സീൽ ചെയ്യണം. ഇതിനകത്ത് നിന്ന് ചൂടൊന്നും പുറത്ത് പോകാത്ത രീതിയിൽ സീൽ ചെയ്യണം. അതിനുവേണ്ടി ഞാനിവിടെ ചെയ്യുന്നത് മൈദ മാവാണ് എടുത്തിട്ട് സീൽ ചെയ്യാൻ പോകുന്നത്. ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന ആ കൺസിസ്റ്റൻസിയിൽ മൈദ കുഴച്ചെടുത്തിട്ടുണ്ട്, വെള്ളം ചേർത്ത് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതതിൻ്റെ മൂടിയിൽ നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ പറ്റിച്ച് വെക്കണം. നമ്മുടെ അകത്തുനിന്നുള്ള ചൂട് പുറത്ത് പോയിരുന്നാൽ മാത്രമേ ദമ്മിടാൻ പറ്റുള്ളൂ. ഇനി ഇതുപോലെ ആ പാത്രത്തിൽ അടച്ച് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഒന്നുകൂടെ നന്നായിട്ട് സീൽ ചെയ്ത് കൊടുക്കുക. ഞാനിത് ഡയറക്റ്റ് ഫ്ലെയിമിൽ വെച്ചിട്ട് ദം ഇടാൻ പോവാണ്. ലോ ഫ്ലെയിമിലാണ് വെക്കാൻ പോകുന്നത്. ഇത് എത്ര നേരം വെക്കണമെന്ന് വെച്ചാൽ നമുക്ക് മൂടി തൊട്ട് നോക്കി കഴിയുമ്പോൾ മൂടി ചൂടാവുന്ന അത്രയും നേരം വെക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു 1 hour ഇത് ഇങ്ങനെ തന്നെ വെക്കാം.
അത് കഴിഞ്ഞിട്ട് നമുക്ക് ദമ്മ് പൊട്ടിക്കാം. മൈദ നന്നായിട്ട് ഉറച്ചിട്ടുണ്ടാവും. ഒരു കത്തിയോ എന്തെങ്കിലും എടുത്തിട്ട് ദമ്മ് പൊട്ടിച്ചു കൊടുത്താൽ മതി. ദമ്മ് പൊട്ടിക്കുമ്പോൾ തന്നെ മനസ്സിലാവും നമുക്ക് റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന ബിരിയാണിയുടെ സെയിം സ്മെല്ലാണ്. ഇനി നമുക്ക് സെർവ് ചെയ്യാനുള്ള സൗകര്യത്തിന് ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. എന്നാലേ നമുക്ക് ചിക്കനും റൈസൊക്കെ സെർവ് ചെയ്യാൻ പാകത്തിന് കിട്ടുള്ളൂ. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. ഒരു ചെറിയ ബൗളിലേക്ക് ചിക്കനും റൈസൊക്കെ എടുത്തിട്ട് ഒരു പ്ലേറ്റിലേക്ക് നമുക്കിത് സെർവ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും അഭിപ്രായങ്ങൾ പറയണം എന്നോട്. പിന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.